അമേരിക്കയിലെ പുതുവർഷാഘോഷത്തിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റുകയും വെടിവയ്പ് നടത്തുകയും ചെയ്ത സംഭവത്തിനു പിന്നിൽ ഭീകരാക്രമണമാണെന്ന സംശയത്തിൽ FBI. തെക്കൻ US-ലെ ന്യൂ ഓർലിയാൻഡിലാണ് ജനക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് പാഞ്ഞു കയറിയത്. സംഭവത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് 42 വയസ്സുകാരനായ ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് പോലീസ് പുറത്തു പറയുന്നത്. സംഭവത്തിനു പിന്നാലെ പിക്കപ്പ് ട്രക്ക് ഓടിച്ച ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു. US പൗരനായ ഇയാൾ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നുവെന്ന് FBI അറിയിച്ചു. ഇയാളുടെ വാഹനത്തിൽ IS പതാക ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് ക്വാർട്ടർ എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ ഒരു ഭാഗത്ത് ബാർബൺ സ്ട്രീറ്റ്, കനാൽ എന്നിവിടങ്ങളിൽ പുതുവർഷ ആഘോഷം നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് പിക്കപ്പ് ട്രക്ക് അതിവേഗത്തിൽ ഓടിച്ചു കയറ്റിയത്. അക്രമി വാഹനം കൊണ്ട് കഴിയുന്നത്ര ആളുകളെ ഇടിക്കുവാൻ ശ്രമിച്ചതായും 2 പോലീസുകാർക്ക് വെടിയേറ്റു പരിക്കേറ്റതായും പോലീസ് പറഞ്ഞു. അമിത വേഗതയിലും അതേസമയം ആസൂത്രിതവുമായിട്ടാണ് ട്രക്ക് ഓടിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രി സംഭവത്തെ ഭയാനകമായ അക്രമം എന്നാണ് വിശേഷിപ്പിച്ചത്. 2002 മോഷണത്തിനും 2005 അസാധുവായ ലൈസൻസുമായി വാഹനമോടിച്ചതിനും ജബ്ബാറിനെ അറസ്റ്റ് ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജബ്ബാർ സൈന്യത്തിൽ IT സ്പെഷ്യലിസ്റ്റായിട്ടാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്.